അറക്കുളം പഞ്ചായത്തിലെ 3, 4, 5 വാർഡുകളിൽ കാട്ടാന ശല്യം രൂക്ഷം. കുളമാവ് ടൗണിൽ വരെ കാട്ടാന വന്ന് തമ്പടിക്കുന്നത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ വന്യമൃഗ ആക്രമണം മൂലം ജനങ്ങൾ ഉപേക്ഷിച്ചു പോവുകയാണ്. അറക്കുളം പഞ്ചായത്തിലെ 3, 4, 5 വാർഡുകളിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിട്ടുള്ളത്. കുളമാവ് ടൗണിൽ വരെ കാട്ടാനകൾ എത്തിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ ജനങ്ങൾ മരണപ്പെടുന്നതും കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെടുന്നതും കേരളത്തിന്റെ വിവിധ മേഖലകളിൽ വാർത്തയാകുമ്പോൾ ഇടുക്കി വന്യജീവി സങ്കേതത്തോട് ഉയർന്നു കിടക്കുന്ന വില്ലേജിൽപ്പെട്ട 3 വാർഡുകളിൽ കാട്ടാനകളുടെ നിരന്തര സാന്നിധ്യം ഉണ്ടാകുന്നതാണ് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നത്. തെങ്ങ്, കവുങ്ങ്, കാപ്പി, വാഴ, മറ്റ് കൃഷികൾ എന്നിവയെല്ലാം കാട്ടാനകൾ നശിപ്പിക്കുന്നതും വലിയ ഭീതിയും ആശങ്കയും ജനങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായി കുളമാവിലെ കലങ്കമിഴ്ത്തി, പോത്തുമറ്റം മേഖലകളിലും കൃഷിയിടങ്ങളിൽ കാട്ടാന നിരന്തര സാന്നിധ്യമായി മാറിയിട്ടുണ്ട്. 500 വാഴകൾ കൃഷി ചെയ്തിരുന്ന കൃഷിയിടത്തിലെ വാഴകൾ മുഴുവനും കാട്ടാന നശിപ്പിച്ചതിനെ തുടർന്ന് കല്ലുംകൂട്ടത്തെ സന്തോഷ് കുമാർ ഈയിടെ കൃഷിയിടം തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് കടന്നുവരുന്നത് തടയാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് BJP നേതാക്കൾ സ്ഥലം സന്ദർശിച്ച് ആവശ്യപ്പെട്ടു. BJP സംസ്ഥാന കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ PA വേലുക്കുട്ടന്റെ നേതൃത്വത്തിലാണ് സംഘം സന്ദർശിച്ചത്. BJP അറക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MK രാജേഷ്, ജനറൽ സെക്രട്ടറി KP മധുസൂദനൻ, മണ്ഡലം കമ്മിറ്റി അംഗം ജോണി, ബൂത്ത് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലത്തിനിടയ്ക്ക് 4 പ്രാവശ്യമാണ് ഈ പറമ്പിൽ തന്നെ ആന കയറി നാശം വിതച്ചത്. നിരവധി തെങ്ങുകളാണ് ഈ പറമ്പിൽ മറിച്ചിട്ടിരിക്കുന്നത്. നിരവധി കവുങ്ങുകളും അതുപോലെ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. വാഴക്കൂട്ടമൊന്നുമില്ല, വാഴയെല്ലാം കാട്ടാന നശിപ്പിച്ചു. ഈ വന്യജീവികളെ ഇതിനകത്തിൽ നിന്ന് തുരത്താനായിട്ട് ഈ മനുഷ്യരുടെ കയ്യിൽ ആകെയുള്ളത് 50 രൂപ അല്ലെങ്കിൽ 60 രൂപ വില വരുന്ന LED ലൈറ്റുകൾ മാത്രമാണ്. അത് ഈ തെങ്ങിൻതോലുടനീളം അവിടെ ഇവിടെയായി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം കണ്ടു വേണം കാട്ടാന ഇവിടെ നിന്ന് ഓടിപ്പോകുവാൻ. എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വെറും ലൈറ്റ് വെട്ടത്ത് കാട്ടാനയെ തുരത്തി ജീവിക്കേണ്ട ഗതികേടിലാണ് കുളമാവിലുള്ള സാധാരണ കർഷകർ. ഇതിനൊരു മാറ്റം ഉണ്ടായേ മതിയാവും.